ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം അടച്ചിട്ട മുറിയിലെ വെടിക്കെട്ട് സംഭവം. അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ കേട്ടാൽ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് എളുപ്പമായിരിക്കും. ഒരിക്കലും ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു കല്യാണത്തിന് മുമ്പ് തന്നെ മിസ്ഫിറ്റായി വിവാഹ ജീവിതത്തിന്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത്, അവളുടെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടിടത്ത് നമ്മൾ പോയി. അത്ര വലിയൊരു കാര്യപ്രാപ്തിയോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നോക്കില്ലായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ കണ്ണ് കാണിച്ചു, പുള്ളി നിന്നിടത്തേക്ക് വിളിച്ചു. ഇവള് വിചാരിച്ചെന്തോ മുട്ടായി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും തീറ്റ സാധനം കൊടുക്കാനായിരിക്കും. ഇവള് പതുക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ, അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേ പുള്ളി ആ വാതിൽ അടച്ചു. പിന്നെ അവർ പറഞ്ഞത്, അതിനകത്ത് ഉണ്ടായ ചില സംഭവങ്ങൾ എനിക്ക് ആ മനുഷ്യനെ റെസിസ്റ്റ് ചെയ്യാൻ ഉന്തി മാറ്റാൻ പറ്റിയില്ല. എനിക്കവിടെ ഒച്ചമേളം വെക്കാൻ തോന്നിയില്ല. പക്ഷെ അവിടെ അരുതാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. അതേ തുടർന്നാണ് ഇവിടെ മനസ്സിൽ കയറിയ ഒരു ചിന്തയായിരുന്നു, വിവാഹ ജീവിതത്തിന് ഞാൻ മിസ്ഫിറ്റാണ്, അയോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇങ്ങനെയൊരു പാപപ്രവൃത്തിയിലേക്ക് അവൾ നയിക്കപ്പെട്ടു എന്നുള്ളത് അവളുടെ മനസ്സിൽ കിടന്നവളെ അസ്വസ്ഥമാക്കിയിരുന്നു എന്നുള്ളത് പങ്കുവച്ച ഒരു കാര്യമാണ്. ഇതുപോലെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അടച്ചിട്ട മുറിയിൽ നടന്ന ഒരു വെടിക്കെട്ട് സംഭവം. ഇതറിയാൻ നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ വായിക്കണം. അവിടെ നമ്മൾ കാണുന്നത് ഈ അടച്ചിട്ട മുറി എന്ന് പറഞ്ഞാൽ ഒരു ജയിലാണ്. പൗലോസും സീലാസും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവരെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടൊന്നുമല്ല. അവർ ചെയ്തത് നല്ലതായിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെ യേശുവിൻ്റെ നാമത്തിൽ വിമോചിപ്പിച്ച് അവൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടു. അവൾ ഹാപ്പിയായിരുന്നു. പക്ഷേ അവളെ വെച്ച് മുതലെടുത്തുകൊണ്ടിരുന്ന കുറേ പാർട്ടീസ് ഉണ്ടായിരുന്നു. അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അവർ കള്ളക്കേസുണ്ടാക്കി ഈ പൗലോസിനെയും സീലാസിനെയും ജയിലിലടയ്ക്കുന്നതാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം. ജയിലിൽ കിടന്ന്, ആ അടച്ചിട്ട മുറിയിൽ കിടന്ന് ഇവർ രണ്ടുപേരും ചെയ്തത് എന്താണ് എന്ന് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. അർദ്ധരാത്രിയിൽ പൗലോസ് സീലാസിനെ വിളിച്ച് പറയാണ്, സഹോദര, നമുക്ക് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ? ഉടനെ സീലാസും അതിന് സമ്മതിച്ചു. അങ്ങനെ ഇരുവരും ചേർന്ന് അർദ്ധരാത്രിയിൽ ആ അടച്ചിട്ട മുറിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. എന്താ സംഭവിച്ചത്? ഈ അധ്യായം വായിക്കുമ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്ന കാര്യം, ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, വാതിൽ തുറക്കപ്പെട്ടു. ഇവരുടെ ആണെങ്കിൽ കൈകാലുകളിൽ ചങ്ങലകൾ കിടന്നിരുന്നതാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന അവസ്ഥ. ആ ചങ്ങലകളെല്ലാം തനിയെ പൊട്ടിവീഴുകയാണ്. ഇവര് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ആ ചങ്ങലകളെല്ലാം ദൈവം പൊട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ സ്വതന്ത്രരായി. അവർക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ആ കാരാഗ്രഹം സൂക്ഷിപ്പുകാരനും അവൻ്റെ കുടുംബവും മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു. ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർക്ക് വലിയ ആനന്ദമുണ്ടായി. ആനന്ദം അവരുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ തിരതല്ലി. അതാണ് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. ഇവര് പ്രാണരക്ഷാർത്ഥം അവിടുന്ന് ഓടിയെങ്കിൽ ഒരുപക്ഷെ ആ ജയിലറും അവൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ ആത്മഹത്യ ചെയ്തേനെ. അത് സംഭവിക്കാതിരിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അത്ഭുതം കണ്ട് അതിൻ്റെ ആ ഒരു അഭിഷേകത്തിൽ അവിടെ നിൽക്കുന്ന പൗലോസിനെയും സീലാസിനെയും കാണാൻ പറ്റും. ദൈവത്തെ നമ്മൾ ആരാധിച്ചാൽ, ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുക. ലത്തീൻ കുർബാനയുടെ ഒരു ഭാഗം അതിപ്രകാരമാണ്. ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് അധികമായി ഒന്നും ലഭിക്കുന്നില്ല. നമ്മുടെ സ്തുതി ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളത് ചെയ്യുമ്പോൾ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഒരു സമയം കിട്ടുമ്പോൾ അത് വേസ്റ്റാക്കുമോ? പോളാറാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യം, ആരാധനകളുടെ ആരാധനയാണ് വിശുദ്ധ ബലിയർപ്പണം. ആ ബോധ്യത്തോടെ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ആ ബലിയം അർപ്പിക്കുകയാണെങ്കിൽ എന്തുമാത്രം അനുഗ്രഹങ്ങൾ. ഇപ്രകാരം ഒരു അത്ഭുതം ആ ജയിലറയിൽ സംഭവിച്ചെങ്കിൽ ബലിയർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് നമ്മുടെ അധരങ്ങളിൽ നിന്നുള്ള സ്തുതികൾ ഉയരുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കാണാൻ സാധിക്കും, പല അനാശാസ്യ പ്രവർത്തികൾ നടക്കുന്നത് ഇതുപോലെ അടച്ചിട്ട മുറികളിലാണ്. നമുക്കറിയാമല്ലോ, തെറ്റായ പല കാര്യങ്ങളും, ദൈവത്തിന് അനിഷ്ടമായ പല കാര്യങ്ങളും, അനുവദനീയമല്ലാത്ത പല കാര്യങ്ങളും, അതിന് പലരും ഇതുപോലത്തെ രഹസ്യമുറി തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ് വലിയൊരു കാര്യം. ഇതിനേക്കാളൊക്കെ വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വരുന്ന ആ വലിയ നന്മ അത് നമ്മൾ തിരിച്ചറിയണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തെ കബളിപ്പിക്കാൻ നമുക്ക് ആർക്കും പറ്റിയല്ല. ഗലാത്യർ
6:7 മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പ്രഭാഷകൻ 42:20 വായിച്ചാലോ ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകത്തില്ല. ഒരു കാര്യവും ദൈവം കാണാതെ ചെയ്യാൻ പറ്റിയല്ല. ഏതടച്ചിട്ട മുറിയിൽ കയറി എന്ന് പറഞ്ഞാലും ദൈവം കാണാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സങ്കീർത്തനം 139 വായിച്ചാൽ ദൈവസാന്നിധ്യമില്ലാത്തൊരു സ്ഥലമില്ല. ദൈവം കാണാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മലമുകളിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ആകാശത്ത് കിടക്ക് വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ആഴിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെയും ദൈവമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. അതാണ് ഈ സങ്കീർത്തനം വിളിച്ചു പറയുക. രണ്ടാമതായിട്ട് ഈ അടച്ചിട്ട മുറിയിൽ നടമാടിയ പാപപ്രവൃത്തികളെക്കുറിച്ച് ബൈബിൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതാനും സംഭവങ്ങൾ എടുക്കുന്ന നല്ലതാണ്. സംഖ്യ 25:1 മുതൽ വായിക്കുമ്പോൾ ഒരു യഹൂദൻ മിതിയാങ്കാരിയെ കൂട്ടി ഒരു വീട്ടിലേക്ക് കയറി വാതിലടച്ച് ഒരു പാപപ്രവർത്തിക്ക് ഒരുങ്ങുന്ന ഒരു രംഗം. ഫിനെഹാസി എന്ന രണ്ടുപേരുടെയും ഉദരം വളർക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 സാമുവേൽ 13:14 മുതൽ വായിക്കുമ്പോൾ അമ്നോൻ അടച്ചിട്ട ഒരു മുറിയിൽ വളരെ തന്ത്രപൂർവ്വം താമാറിനെ വരുത്തിയിട്ട് അവളെ ബലാത്സംഗം ചെയ്യുന്ന ഒരു രംഗം. 2 സാമുവേൽ 11:1 മുതൽ വായിച്ചാൽ ദാവീദ് ബത്ശബായെ പ്രാപിക്കുന്നത് പബ്ലിക്കായിട്ടല്ല, അവളെ അടച്ചിട്ട മുറിയിൽ അവളെ പ്രാപിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദാവീദിൻ്റെ മകൻ അബ്സലോം വളരെ പബ്ലിക്കായിട്ട് ദാവീദിൻ്റെ ഭാര്യമാരെ പ്രാപിക്കുന്നത്, അതേക്കുറിച്ച് 16-ാം അധ്യായം 22 മുതൽ വായിച്ചാൽ 2 സാമുവേൽ 16:22 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അടച്ചിട്ട മുറിയിൽ അതിവിശിഷ്ടമായ പല കാര്യങ്ങൾ നടക്കാൻ പറ്റും. മത്തായി 6:6 മുതൽ വായിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക, അവിടെ ദൈവത്തെ നീ അനുഭവിക്കും. ദൈവ സാന്നിധ്യം, ദൈവം ഇടപെടുന്ന അനുഭവം അത് നിനക്കുണ്ടാകും അടച്ചിട്ട മുറിയിലെ പ്രാർത്ഥനയിലൂടെ. 2 രാജാക്കന്മാർ 20:1 മുതൽ വായിക്കുമ്പോൾ എസക്കിയ അടച്ചിട്ട മുറിയിൽ ഒരു കട്ടിലെ കിടന്ന് ഭിത്തിയിലേക്ക് നോക്കി അവിടെ ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവൻ അത്ഭുതകരമായ സൗഖ്യം വരുന്നത് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 5:19 പത്രോസ് ജയിലിൽ അടച്ചിട്ട ഒരു മുറിയിൽ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ ദൈവദൂതൻ വന്ന് അവനെ പുറത്തിറക്കി കൊണ്ടുവരുന്നു. 12-ാം അധ്യായം വായിച്ചാൽ അപ്പോസ്തല പ്രവർത്തനം 12 ഇസ്രായേൽക്കാർ ദൈവജനം പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ദൂതനെ അയച്ച് അവനെ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന രംഗം. ഇതെല്ലാം അത്ഭുതകരമായ കാര്യങ്ങൾ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചതാണ്. ഇതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായാൽ നമ്മുടെ കാര്യങ്ങളും കർത്താവ് നടത്തിത്തരും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.